വഴി പോകേണ്ട ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി മാത്രം വഴിതിരിച്ച് അങ്ങ് ആമ്പൂർ വരെ എത്തിയ ഈ യാത്രയിൽ ഇതുവരെ രുചിക്കാത്ത തരം ഭക്ഷണം കഴിക്കുകയും ഭാവിയിൽ നല്ലൊരു സംരംഭകനാവാൻ ചാൻസുള്ള ഒരാളെ പരിചയപ്പെടാൻ സാധിക്കുകയും അതോടൊപ്പം ഒരുപാട് വ്യത്യസ്ത അനുഭവങ്ങളുണ്ടായ യാത്ര കൂടിയാണിത്. ഇസ്മി സുഫൈൽ പുരക്കൽ. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ആമ്പൂരിലേക്ക് സ്വാഗതം. അരൂരിലാണ് 2 ദിവസമായിട്ട് ഇവിടെയാണ് താമസിച്ചത്. നേരെ തിരുപ്പത്തൂരിലേക്കാണ്. രാവിലെ ഏകദേശം ഒരു 8 മണി ആവാറായി. ഒന്നും കഴിച്ചില്ല, പോകുന്ന വഴിക്ക് കഴിക്കാം. ആരുമില്ലാത്ത അരൂർ നഗരത്തിലൂടെ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോവാം. കടകളൊക്കെ തുറക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നല്ല വിശപ്പുള്ളതുകൊണ്ട് എന്താ ഈ കട തുറക്കാത്തെന്ന് ആലോചിക്കുക. രാവിലെ പഴം കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ. പഴം വാങ്ങാൻ വേണ്ടി ഒരു മാർക്കറ്റിൽ വന്നാണ്. എൻ്റെ അടുത്ത് ആകെ 2 പാൻറ്റേ ഉള്ളൂ. ട്രാക്ക് സ്യൂട്ട് വല്ലതും വാങ്ങിച്ച് ഒന്ന് വാങ്ങിക്കാല്ലേ. റൈസ് ചോദിച്ചു നോക്കട്ടെ. റൈസ് മുഖ്യം ബിജിലി. കുറേ കളക്ഷൻ ഒന്നും ഇല്ല, എന്നാലും ഏതെടുക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു ബ്ലാക്ക് ട്രാക്ക് സ്യൂട്ട് എടുത്തിട്ടുണ്ട്. ട്രാക്ക് സ്യൂട്ടിന് വെറും 230 രൂപ ഉള്ളൂ കേട്ടോ. 230. സൂപ്പർ. എന്ന് പറഞ്ഞു ഇങ്ങനെ സേർത്തിക്കലാമാ വാങ്ങേ. ടീ ഇപ്പൊ ഇവിടുന്ന് കണ്ടാണ്ടോ ചേട്ടനാ. അത് ചായ പിടിച്ചിട്ട് പോവാന്ന് പറയുന്നു. ജിയാ பட்டணைத்தூர் மணற்கேணி மாந்தருக்கு தக்கணைத்தூர் அறிவு. இந்த திருக்குறளை பற்றி பேசுறேன்னா, ஒரு மணலை தோண்ட நீர் எப்படி சுரக்கிறது அந்த மாதிரி அரூர் வட்டம் தருமபுரி மாவட்டம் பாளைய நகரத்தைச் சேர்ந்த தீர்த்தகிரி என்பவர் தெற்கூத்து கலைஞர். அவர் இந்த பேச்சியை அவர் எடுத்து கூறினார் என்று மிக பணிவுடன் கேட்டுக்கொள்கிறேன். அனைத்துக்கும் இந்த பெஸ்ட் கேட்டரிங் வேலையை அனைவரும் இதை யாராவது தேவைப்பட்ட ஆட்கள் அவர்களை அணுகவும். இங்கே இந்த பிடிஓ ஆஃபீஸ் அருகிலே அனைத்து அலுவலர்களுக்கும் காஃபி, டீ, லெமன் டீ, சமோசா இதையெல்லாம் ருசியுடன் செய்து அவர்களுக்கு அர்ப்பணிப்பாக தியாகம் செய்கிறார். உங்கள் பேர் மட்டும் கேட்கல. செந்தில் வளவன். പാർട്ടി. എനിക്ക് എങ്ങനെയും ആമ്പൂർ എത്തണമെന്നാണ് കേട്ടോ ലക്ഷ്യം. തിരുപ്പത്തൂർ എത്തിയാൽ അവിടുന്ന് പിന്നെ ഒരു 40 കിലോമീറ്ററോളം ഉണ്ട്. അരൂരിൽ നിന്ന് ആമ്പൂരിലേക്ക് ഒരു 94 കിലോമീറ്റർ ഉണ്ട്. അത് നമുക്ക് ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റൂല. ആമ്പൂരിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് എത്തണം. തിരുപ്പത്തൂർ ചവിട്ടിപ്പോയാൽ തിരുപ്പത്തൂർ എത്തുള്ളൂ, അല്ലെങ്കിൽ ലിഫ്റ്റ് അടിക്കേണ്ടി വരും. ലിഫ്റ്റ് കിട്ടുമെന്നാണ്. തിരുപ്പൂർ ഹൈവേ ആണ്. രാവിലെ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ലിഫ്റ്റ് വല്ലതും കിട്ടുമോ നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആമ്പൂർ എത്താൻ സാധിക്കും. വല്ല ലോറിയോ പിക്കപ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അവർ ലോങ് പോകുന്നവരായിരിക്കുള്ളൂ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് എത്താൻ സാധിക്കും. അരൂരിന്ന് തിരുപ്പത്തൂർക്ക് പോണ ഈ റൂട്ടിൽ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യുന്ന, കാം ആൻഡ് ക്വയറ്റ്. എല്ലാവരും അവരവരുടെ ജോലി നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ, ഒച്ചപ്പാട്, ബഹളങ്ങൾ ഒന്നുമില്ല. ആൾക്കാരൊക്കെ രാവിലെ എണീറ്റ് അടുത്തുള്ള കടയിലൊക്കെ പോയി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞോട് ഇങ്ങനെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. അവരവരുടെ ജോലി ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. വേറെ നാട്ടിൽ, തമിഴ്നാട്ടിൽ ഇപ്പോൾ വേറെ നാട്ടിലൂടെ സഞ്ചരിച്ചല്ലോ, അവിടെ മൊത്തം സൗണ്ട് അല്ലേ, ഫുൾ ഒച്ചപ്പാടായിരിക്കും. ഇവിടെ അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടാവായിരിക്കും കേട്ടോ, പക്ഷെ എൻ്റെ മുന്നിൽ ഇതുവരെ ഒന്നും വന്നില്ല. അപ്പൊ ഞാൻ ആ അരൂര് സിറ്റിയിലൂടെ വന്നപ്പോൾ അതിൽ തന്നെ ആ ബസ് സ്റ്റാൻഡിലൂടെ അല്ല വന്നത്, അവിടെ വരെ അത്രയും ശാന്തിയാണ്. വരുന്ന വഴിക്ക് ഒരു ചേട്ടന് റോഡ് സൈഡിൽ തന്നെ ആളവിടെ ഇരുന്നിട്ട് കളിമണ്ണ് വെച്ചൊരു പാത്രം ഉണ്ടാക്കൂലേ, അത് അങ്ങനെ കറക്കിയിട്ട് അത് കണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആളുടെ വീട്. നമുക്കൊന്ന് കയറി നോക്കി നോക്കാം. நீங்க எவ்வளோ நாளா இது பண்ற? 50 வருஷம் அது பண்ற. அப்போ அவ்வளோ எக்ஸ்பீரியன்ஸ் இருக்கும். 15 வயசுல இது நீங்க கடையில போய் விற்குவாங்களா? இது மாதிரி ஒன்று பண்ண எவ்வளோ கிடைக்கும்? 150 ரூபா கிடைக்கும். உங்களுக்கு ஹெல்ப் பண்றதுக்கு யாராவதுங்க? நீங்க மட்டும் தான். உங்க வீடு அங்கேயா? പുള്ളിക്കാരൻ ചെയ്തു വെച്ചേക്കുവാണ്. നല്ല അച്ഛനാ. ரொம்ப நன்றி.
ശരി, അങ്ങനെ നമ്മൾ ലിഫ്റ്റ് അടിച്ചിട്ട് ഊത്തങ്കര എന്ന് പറഞ്ഞ സ്ഥലം വരെ എത്തി കേട്ടോ. ഒരു 10 കിലോമീറ്റർ ഓടി കാണും. ഇനി ഇവിടുന്ന് ഒരു 28 കിലോമീറ്റർ എങ്ങാനും കാണും തിരുപ്പത്തൂർക്ക്. ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കാൻ പറ്റിയ നന്നായിരിക്കും. ലിഫ്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആമ്പൂർക്ക് എത്താൻ പറ്റും. നോക്കാം, ഇനിയും ലിഫ്റ്റ് കിട്ടുമെന്ന് നോക്കാം. എന്തായി കാണുന്നത്? ഉണങ്ങി തരിച്ചു പോയ തടാകമാണെന്ന് തോന്നുന്നു. പല സൈഡും മണ്ണിൽ മൂടിപ്പോയ പോലെ. എന്തോ പണിയൊക്കെ എടുത്തെന്ന് തോന്നുന്നു. ഇവിടെ എന്തെല്ലോ പരിപാടി. മണ്ണെടുത്തിട്ട് പോയതാന്ന് തോന്നുന്നു. മണ്ണെടുത്ത് ഇങ്ങനെ ആയതായിരിക്കണം. ഒരു ചേട്ടനോട് ഇരുന്നിട്ട് റോഡ് സൈഡിൽ ചോളം പുഴുങ്ങിട്ട് വിൽക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ ടൂറിസ്റ്റുള്ള സ്ഥലത്ത് മുളക് ഉപ്പലിട്ടിട്ട് ആക്കുന്നതല്ലേ. പുള്ളിക്കാരൻ നോർമലായിട്ട് പുഴുങ്ങിയിട്ട് കൊടുക്കുന്നു. എവ്വളോ നാളെ അത് പണിട്ട് ഇருக்கு? இல்லை எவ்வளோ நாளா? அது 30 வருஷம் இங்கே பண்ணிட்டு இருக்கியா? சும்மா யூடியூபுக்காக பண்ற? யூடியூப்ல வரவா நீங்க? இங்க விவசாயம் பண்றதுன்னு எல்லாருக்கும் தெரிஞ்சு போயிடும். உங்க பேரு? மதியழகன். காலுக்கு என்னாச்சு? கால் அடிபட்டு கதிருக்கு அரூரில் போய் கதிருக்கும் போது வண்டி கால் ஓட்டான். ഓ, ബൈക്ക് ഏറിടിച്ചാ? അങ്ങനെ ഓടി ഒരു ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയും തിരുപ്പത്തൂർക്ക് എത്ര 20-22 കിലോമീറ്റർ എങ്ങാനും കാണണം. ഇന്ന് ആമ്പൂരിൽ എത്തുമായിരിക്കുമോ? ആമ്പൂർക്ക് ഇനിയും 50 ചില്ലാനം കിലോമീറ്റർ ഉണ്ട്. എന്തായാലും നോക്കാം. തിരുപ്പത്തൂരെങ്കിൽ തിരുപ്പത്തൂർ, അല്ലെങ്കിൽ ആമ്പൂർ എത്തുവാണെങ്കിൽ ആമ്പൂർ. ഇതൊരു ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിഫ്റ്റടിൻ്റെ ഇടയിൽ പുള്ളിക്കാരനോട് എന്തോ സാധനം വാങ്ങാണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിർത്തി. എന്തോ ഓയിൽ എന്തോ ആണ്. തിരുപ്പത്തൂർ എന്താ ഊർക്ക് പേരെന്നെ? എന്താ ഊർക്ക് പേര്? തിരുപ്പത്തൂർ തന്നെ. തിരുപ്പത്തൂർ തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടോ. തിരുപ്പത്തൂരും കഴിഞ്ഞ തിരുപ്പത്തൂർ സിറ്റിയിലാണ് പോയത്. യെസ്, ഇതിലെ ഇങ്ങനെ വന്ന് ഒരു യൂട്ടേൺ എടുത്തിട്ട് നേരെ പോകണം ആമ്പൂർക്ക്. ഇവരവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് നേരെ ഇവിടെ വന്ന് നിർത്തിയേക്കുവാണ്. ഒരു 10 മിനിറ്റ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ரொம்ப நன்றிங்க. ஐயோ, ഓക്കെ, താങ്ക്സ്. അങ്ങനെ നമ്മൾ ആമ്പൂർ എത്തി കേട്ടോ. ഇനി അവനെ കണ്ടുപിടിക്കണം. നിസാർ എന്നാണ് അവൻ്റെ പേര്. എൻ്റെ ലൊക്കേഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്നത് ഇങ്ങനെ തിരിച്ച് യൂട്ടേൺ എടുത്തിട്ട് പോവാണ്. ഹൈവേ ആണ്, അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി ഉള്ളിലുള്ള സ്ഥലമായിരിക്കും കേട്ടോ. നല്ല കിടിലൻ റോഡാണ്. നേരെ പോയാൽ ചെന്നൈ, നേരല്ല ബേക്കിലോട്ട്. നമ്മൾ വന്ന വഴിക്ക് വിട്ടാൽ ചെന്നൈയിലെത്തും. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഏകദേശം 1.5 വർഷമായി കേട്ടോ. നേരിട്ട് കണ്ടിട്ട് 1.5 വർഷമായി. ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പരിചയപ്പെട്ടതാണ്. മൊബൈൽ സർവീസിൽ 1.5 വർഷത്തിന് ശേഷം കാണാൻ പോവാണ്. ഹായ്, കേരള. Yeah, I'm coming from this route. Okay. My friend is here. Oh, okay. You came from Krishnagiri route, right? Krishnagiri, I don't know. Arur. Okay, how long you have traveled till now? Till I just didn't check the kilometer. Maybe How many days? 400 to 450. 1 week you started there? 13 days. 13 days over. Juma time? Juma time, yes. You're done? No. 1:30. 1:30. Yes. It's almost 1:30. Almost But how 1:30. will you meet all this? First I need to find my friend. Okay. What's the name? Sufail. Sufail. Nice to meet you. ഒരുപാട് ഉള്ളിലേക്ക് എത്തി കേട്ടോ. അവൻ അയച്ച ലൊക്കേഷനിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ. ആളെ കിട്ടിട്ടാ. ആളതാ പോകുന്നു. എവിടെ വെക്കും?
ഞാൻ ആദ്യം ഇത് മൊത്തം എന്നാ ഞാൻ നീ ഇത് നോക്കിക്കൊന്നാലും. ആളുടെ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് ആളുടെ വീട്. നമുക്ക് നമ്മുടെ സൈക്കിളുള്ളിൽ വെച്ചിട്ടുണ്ടേ. അങ്ങനെ സൈക്കിൾ കാണിച്ചു തരാം. സൈക്കിൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഊരിയെടുക്കണം. ആളുടെ ഉള്ളിലുണ്ട്, ആരുമില്ല. അവൻ്റെ ഫാമിലിയിലുള്ള ആരോ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. നമ്മളവിടെ പോയിട്ട് ഫുഡ് വാങ്ങിക്കാൻ പോവാണേ. ഫുഡ് വാങ്ങിച്ചിട്ട് വരാം. അവൻ്റെ കുഞ്ഞുമ്മയുടെ വീടാണ്. അങ്ങനെ ആരോ ആണേ. അവൻ എന്തായാലും ഫുഡ് എടുത്ത് തരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓടിയാ. ഇവിടെ കൂടുതലും മുസ്ലിംസ് ആണ് വരുന്നത്. പക്ഷേ ഒരു തമിഴല്ല സംസാരിക്കുന്നത്, ഇവർ ഉറുദാണ് സംസാരിക്കുന്നത്. അതായത് ബാംഗ്ലൂർ ടച്ചാണ് വരുന്നത്. ഹിന്ദുസ് കൂടുതലും തമിഴായിരിക്കും സംസാരിക്കുന്നത്. മുസ്ലിംസ് എല്ലാവരും നോർമലി എല്ലാവരും സംസാരിക്കുന്നത് ഉറുദു തന്നെയാണ്. വെള്ളിയാഴ്ച എത്തിയതുകൊണ്ട് ലക്കിയാണ്. എന്ത് ബിരിയാണിയാണത്? മട്ടൻ ബിരിയാണി തന്നെ കിട്ടി. ഇത് നമ്മളെ നാട്ടിലത്തെ ബിരിയാണി എല്ലാം മസാല ഒക്കെ മിക്സായി നല്ല ടേസ്റ്റ് ഉണ്ട്. വേറൊരു ടേസ്റ്റ് ആണല്ലോ. ഇത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ സൂപ്പറാണ്. ബിരിയാണി ഉണ്ടാക്കുന്നില്ല. ചോറ് വേറെ, മസാല വേറെ ആയിട്ട് ചിക്കൻ. അത് വേറെ സ്ഥലത്ത്. ഇപ്പൊ എറണാകുളത്തൊക്കെ അങ്ങനെയാണ്. വെഡിങ് കിട്ടി. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കണായത്? കടൽപ്പാച്ച്. അതെന്തോ അതിന്റെ പേരാണ് എന്തോ പറയാ. കടയിൽ വെള്ള കളർ നമ്മളൊക്കെ പാക്കറ്റിലുണ്ടാവുമല്ലോ സാധനം ഉണ്ടാവും. 10-20 നല്ല മധുരം കേട്ടോ. മസ്താവത്. പാനിപൂരി കഴിക്കാൻ വന്നാണേ. കഴിച്ചു നോക്കണം. സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ ഇങ്ങനെയുണ്ട്. നമ്മളാണ് എല്ലാവരും നോക്കുക. ഇപ്പം 6 രൂപ വേറെ ഒന്നുമില്ല. നല്ല ചൂടുണ്ട്. ഞാൻ വിചാരിച്ചു മോശമാവും വിചാരിച്ചു. മോശമൊന്നും ഉണ്ടാവില്ല. സാധനം കൊള്ളാം. ഇന്നത്തെ സാധനം ശരിക്കും മസാലപ്പൂരിയോ? അടുത്ത് വരും പാനിപൂരി. ഷൂ ഉണ്ടാക്കണ ചെറിയൊരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അതിലൊരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ओरिजिनल है इधर है दूसरा लेदर को इतना को तंगार बताया फट जाएगा पर എത്ര ഹീറ്റ് കൊടുത്താലും സാധനം പോലാന്നാ പറയണേ. വേറെ ലെതർ ഇഞ്ചിന ഓട്ടായിടും. ഓട്ടായിരും ഹോളായക. അത് സൂപ്പർ. അപ്പോൾ പ്രൂഫ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഹാർഡ് ഇരിക്കത്തില്ലേ? അല്ല, ഞാൻ കേൾക്കുന്നത് ഇത് പളസ് പുതുസാക്കിയിടും. ഇത് കമ്പനിയില് സെയിം ഉണ്ടാക്കണാണ്. ചെറിയ എന്തെങ്കിലും 100 മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് റിജക്റ്റ് ആവും. അപ്പൊ ഞങ്ങൾ അത് എടുത്തിട്ട് അത് പുതിപ്പിച്ചിട്ട് ചെറിയൊരു ഡാമേജ് വന്ന സാധനം എടുത്തിട്ട് നല്ല കമ്പനി നമ്മളത് പുതിക്കുന്നു പണിയും. ഇപ്പൊ നമ്മളവിടെ ഷോറൂമിൽ കണ്ടില്ലേ എന്ത് വെയിറ്റ്. അതിനുള്ളിൽ സാധനം ഉണ്ടല്ലേ. ഇവരിത്
ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതതിൻ്റെ അച്ച് പോലെ എന്ന് പറയും. അച്ച് അത് ഓരോ സൈസിനും ഓരോന്നായിരിക്കും. ഇതിലേക്ക് അതിൻ്റെ ഇതുപോലുള്ള സാധനങ്ങളുണ്ടല്ലോ, അത് ആദ്യം അവർ ഈ ഹീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഹീറ്റർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് ഗം ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് ആണി വെച്ചിട്ട് അടിക്കും. അതായത് ഇത് ഇതുപോലെ ആണി അടിച്ചൊന്ന് ഉറപ്പിച്ച് വെക്കും. അതിനുശേഷം ഇത് ഉറച്ചതിന് ശേഷം ഈ ആണിയൊക്കെ ഊരി എടുത്തിട്ട് ഇതിനുള്ളിൽ ആ പച്ച കളർ സാധനം ഉണ്ടല്ലോ, ഏത് ഇത് പിന്നെ ഒരു സോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് ഇതിൻ്റെ താഴെ നമ്മൾ പിടിപ്പിക്കുന്നില്ലേ ഈ സാധനം, താഴെയുള്ളത് അതിന് സോൾ എന്നുണ്ട് ഒരു പറയുന്ന. അത് താഴെ പിടിപ്പിച്ചതിന് ഗമ്മൊക്കെ ഇട്ടിട്ട് പിടിപ്പിച്ചതിന് ശേഷം ആ പച്ച സാധനം മാത്രം ഊരി അങ്ങ് എടുക്കും. എന്നിട്ട് ഇത് താഴെയുള്ള സാധനം അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സാധനം ഇതുപോലെ അങ്ങ് റെഡിയായി കിട്ടും. അത്രേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെയാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റ് കാണാൻ വേണ്ടി ജസ്റ്റ് വന്നാണ്. ഉണർന്ന് വരുന്നേ ഉള്ളൂ മാർക്കറ്റ്. കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് ഉണ്ടെന്നാണ് കേട്ടത്. പോയി നോക്കാം എന്തൊക്കെ കാഴ്ചകളുണ്ട് നോക്കിയിട്ട്. ആദ്യം തന്നെ വേണം ഈ പൂവിന്ന് തുടങ്ങാല്ലേ. ഒരുപാട് പൂ, കല്യാണപ്പൂവാണ്. സ്വാമിക്ക് പോട്ടതാ. ഞാൻ വിശ് കല്യാണത്തിന് ഇടുന്നതാ. സ്വാമിക്ക് ഇടുന്ന അറിയണേ. ഇതുവേ പോട്ടില്ലാമാ. ഓക്കെ ഓക്കെ. ഇത് റോസാപ്പൂവാ, മുല്ലപ്പൂവാ. സ്വാമിക്ക് ഇതാ മെയിൻ. ഇത് നമ്മുടെ കറിവേപ്പില. ഇതെന്ത് സാധനം? ഇത് തന്നെയല്ലേ പുതിനയാണോ? പുതിനയല്ലേ? ബാജിയാ? സെരിഗീരെ, മെത്തിഗീരെ, മേത്തിക്ക ബാജി. മെത്തിക്കീരെ. ഇതിന്റെ ഇവിടുത്തെ പേരൊക്കെ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടത് കേൾക്കുന്നത്. ഇവിടുത്തെ പേരുകൾ പറഞ്ഞുതരാം കേട്ടോ. ഇതിന്റെ പേരെന്താ പറഞ്ഞ്? ഇത് സിരിഗീരെ എന്ന് പറയുന്നത്. ഇത് വടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പറയുന്ന കേട്ടോ. ഇത് എന്നെ പേര് சொன்ன? കാസിം കീര. കേരള പോണ്ടയാ. ഇത് ഇത് പുതിനതാണല്ല, മിന്റ്. അപ്പുറത്ത് വേറെ ഇരിക്കാ ധനിയ, മല്ലിയാ. ഓക്കെ ഓക്കെ. അതല്ലേ ഈ സെക്ഷൻ മൊത്തം പച്ചക്കറി ഉണ്ട്. ഇപ്പൊ പച്ചക്കറി മാത്രം ഓപ്പൺ ആയിട്ടുള്ള 7 മണിയല്ലായുള്ളൂ. അതുകൊണ്ട് വേറെ ഒരു സെക്ഷൻ ഓപ്പൺ ആയില്ല. പൂവും പച്ചക്കറി മാത്രം നിലവിലുള്ളൂ. ബീൻസ് ആണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്. ചെറുതുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ആൾക്കാരുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങൾക്ക് മാത്രമായിട്ട് ഷോപ്പാണ്. കസ്റ്റമേഴ്സൊന്നും വരുന്ന സമയമായിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഒന്നും വലിയ തിരക്കില്ല. ഉണക്കമീനാണേ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, പലതരം. ഈ മീൻ നമ്മുടെ നാട്ടിലെന്താ പറയുന്നേ? വാള. നമ്മുടെ നാട്ടിൽ വാള എന്ന് പറയണ. ഓക്കെ ഓക്കെ. ഇത് നെത്തോലിയല്ലേ? അതും അതന്നല്ലേ? ഇതെന്താ മത്തിയാ? മത്തിയില്ലേ? എളങ്ക. എളങ്ക തുമ്പിളി എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും മനസ്സിലായില്ല. ഇതാണ് സാധനം. ഇത് ഇത് എന്തെല്ലാം ബംബ്ലി മാസം. ചെറിയൊരു പൊടിച്ച പോലുള്ള മീനുണ്ടോ? ചെമ്മീൻ പൊടിച്ചതാന്ന് തോന്നുന്നുണ്ട്. അത് ചെമ്മീൻ പൊടിയാണോ? അങ്ങനെ കുറേ ഉണ്ട്. ഇതെന്താ ചൂരയാണോ? പേത്തയാ? അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ.
നെത്തോലിൻ്റെ വേറെ ഇത് നെത്തലില്ലേ? നെത്തല്. ഇത് ചെമ്മീനല്ലേ? ചെമ്മീൻ ഇത് എണ്ണ പോട്ടിருக்கு ഇതില് உப்பு போட்டிருக்கு அவ்வளோதான். பார்க்கறதுக்கு வேற ஏதோ போட்ட மாதிரி வேற ஒன்றும் போடல. ചെമ്മീൻ തന്നെയാണ് കേട്ടോ വലുത്. ഇത് ആ അതിൻ്റെ ചെറുത്, ചെമ്മീൻ്റെ ചെറുത്. ഓക്കെ ഓക്കെ. പിന്നെ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ഐറ്റം ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒന്നും തീരൂല. அங்கே உடஞ்சி இருக்கா? இல்லை என்ன பண்ணுறீங்க? ஜாயின் பண்ணுறேன். ஓகே ஓகே. അത് വെച്ച് ഊതിയിട്ടാണ് അവരുടെ എന്തിട്ടാ എന്തോ ഒരു ലിക്വിഡ് അതിൽ വയ്ക്കുന്നുണ്ട്. അതെന്നത് ആ നമ്മൾ ചെയ്യൂലേ ഓർഡറിങ് നല്ല ഓട്ടർക്കാ. ആമ്പൂർ ബിരിയാണി കഴിക്കാൻ വന്നാണ്. ജസ്റ്റ് നിങ്ങളെല്ലാം ചിലപ്പോൾ കേട്ട് കാണും, ചിലർ കേട്ട് കാണില്ല. ഞാനും ഇവനുള്ളതുകൊണ്ടാണ് അറിഞ്ഞത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വീട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു, ഞാൻ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ നമ്മൾ കഴിച്ചായിരുന്നില്ലേ. ഇനിയിപ്പോൾ ഹോട്ടലിൽ നിന്ന് എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് അറിയില്ല, അത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വന്നാണ്. നോക്കി നോക്കാം. ഏകദേശം നമ്മൾ അവിടുന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് തന്നെയാണല്ലേ വീട്ടിൽ നിന്ന് കഴിച്ചത്. പക്ഷെ നമ്മളെ നാട്ടിലത്തെ ടേസ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല, വേറൊരു ടേസ്റ്റായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി കഴിച്ച് കഴിച്ച് മടുത്തിരിക്കണവർക്ക് ഒരു വെറൈറ്റി ട്രൈ ചെയ്യാൻ പറ്റിയ സാധനം. ഒരിക്കലും അത് ഇഷ്ടപ്പെടാതിരിക്കില്ല, വേറൊരു വെറൈറ്റി കിടിലൻ ടേസ്റ്റാണ്. അങ്ങനെ ആമ്പൂർ ബിരിയാണിയും ട്രൈ ചെയ്ത് ഇവിടുന്ന് വിട പറയാനുള്ള സമയമായിട്ട് കേട്ടോ. ഇന്നും കൂടി ഉണ്ടാവുള്ളൂ, നാളെ ഇവിടുന്ന് തിരക്കണം. ഇപ്പോൾ ഇവിടെ 2 ദിവസമായി കേട്ടോ ആമ്പൂരിൽ വന്നിട്ട്. വെള്ളിയാഴ്ച ഉച്ചക്ക് എത്തിയതാണ്, ഇപ്പോൾ ശനിയാഴ്ച വൈകുന്നേരമായി. ഇന്ന് രാത്രിയും കൂടി ഇവിടെ നിന്ന് നാളെ ഞായറാഴ്ച രാവിലെ ഇവിടെ നിന്ന് പോകണം, വേലൂർക്ക് പോകണം. മറ്റുള്ള എപ്പിസോഡിനെ അപേക്ഷിച്ച് ഇത് എനിക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടോട് ഉള്ളതുകൊണ്ട് കൂടി ആവാം. ഈ റോഡിലും ഉണ്ടായി, ഒരുപാട് പേരുണ്ടായി. പക്ഷെ ഇത് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് നാട്ടിലേക്ക്, ഈ നാട്ടുമ്പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടായി, ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി എനിക്ക് അവരുടെ കൂടെ ഇടപഴകാൻ സാധിച്ചു. അതുകൊണ്ട് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് വീഡിയോയിൽ പലതും കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിനൊരു ക്ഷമാപണമുണ്ട്. എല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പലതും പേഴ്സണലായിട്ട് വീടുകളിൽ പലർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, ഷൂട്ട് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം കാണത്തില്ല. പറഞ്ഞു തരുന്ന ഇത്രയേ ഉള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ, ചെറിയൊരു എപ്പിസോഡായിരിക്കും. മുഴുവനായിട്ട് കണ്ടവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റ്, ചെറിയ ചെറിയ കമൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് വളരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ പേഴ്സണൽ ഒന്ന് മെസ്സേജ് സപ്പോർട്ട് അവർ അറിയിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇനിയും യാത്ര, ഇനിയും മുന്നോട്ട് എന്നുള്ള ഒരു ഫീല് വരാറുണ്ട്. സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഇവിടുന്ന് വേലൂർക്ക് പോകുന്ന എപ്പിസോഡായിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും വരുന്ന സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ ബൈ.